നടക്കാൻ വയ്യ. അള്ളാടെ പള്ളിയിലേക്ക് നടക്കാൻ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? വാപ്പായിട്ട് ചോദിക്കും, വാപ്പ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലേ? ഉസ്താദെ വേദനയാ ഉസ്താദെ, നടുവേദനയാ ഉസ്താദെ, ഒരു ചുവട്ടടി എനിക്ക് മുന്നോട്ട് വെക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാജിയാരെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, ബ്ലോക്ക് ഉണ്ട്, രാവിലെയും വൈകിട്ട് നടന്നില്ലെങ്കിൽ ചാവും. ഡോക്ടർ എന്താ പറയും? കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നടന്നില്ലെങ്കിൽ എളുപ്പകാലത്ത് തീർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നടക്കും അല്ലേ? അരച്ചിക്ക് എടാ, അള്ളാടെ പള്ളി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഇന്ന് വരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാത്ത വാപ്പ ഡോക്ടർ പറഞ്ഞു ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നടക്കും. പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വിളിക്കും. ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത പെണ്ണുമ്പുള്ള ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു നടന്നില്ലെങ്കിൽ മരിച്ചു പോകും, അതുകൊണ്ട് ഭർത്താവിനെ നടത്തിപ്പിക്കണമെന്ന് ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു കൊടുത്ത രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചു നിർത്തിയിട്ട് പറയും, വാ നമുക്ക് നടക്കാൻ പോകാം. ഭാര്യ പറയും, നമുക്ക് നടക്കാൻ പോകാം. പേടിയാണോ? ഞാൻ കൂടെ വരാം. ഭർത്താവ് രാവിലെ നിങ്ങൾ വെളുപ്പാൻ കാലത്ത് 5 മണിക്ക് 5:30ക്ക് 6 മണിക്കൊക്കെ നോക്കിയ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും നടക്കുന്നത് കാണാം. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ ഒരു കമ്പും പിടിച്ചോണ്ട് പുറകെ നടക്കും. നായി വന്ന തല്ലാൻ. ആലോചിക്ക്, ഇതാടാ ആലോചിക്ക്. അള്ള പറഞ്ഞു നടക്കട 5 നേരം പള്ളിയിലേക്ക്. സഹോദര, പള്ളി നടന്നു പോയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ നിർത്തുകയാ. നരകത്തിന്റെ മുകളിലൂടെ അള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട്, സിറാത്ത് എന്ന പാലം. ഈ പാലം കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി സിറാത്ത് എന്ന് പറയുന്ന പാലമാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ അല്ലാതെ പോകാൻ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ എണ്ണവും അതിന്റെ മുകളിൽ കയറിയേ പറ്റും. സിറാജാണെങ്കിലും മോഡിയാണെങ്കിലും അതിന്റെ മോടി കയറിയേ പറ്റും. എല്ലാരും ആ പാലത്തിന്റെ മുകളിൽ കൂടെ കയറിയേ പോകാൻ പറ്റും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള ഒരു മുടിയെടുത്ത് 7 ആയിട്ട് ഇങ്ങനെ വിഹിതം വെച്ചു, 7 ആയിട്ട് ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഒരു അംശം ഇങ്ങനെ എടുത്തു നോക്കണം എത്രയുണ്ടെന്ന്. ഇതുപോലെ നേർമയാണ് മുടി പോലെ, അതുപോലെ നേർമയുള്ളതാ സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളും വല്ലാത്ത വഴുവഴുപ്പും വല്ലാത്ത നീളമായി പാലത്തിന്. നമ്മൾ ഇന്ന് വരെ 1 കിലോമീറ്റർ നീളമുള്ള പാലമൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് 50,000 കൊല്ലം കയറ്റം ഇറക്കം നിരപ്പ്, അങ്ങനെ കയറ്റം നിരപ്പ് ഇറക്കം 50,000 കൊല്ലം 70,000 കൊല്ലം എന്നൊക്കെ ചരിത്രം പറയും. അപ്പൊ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ നീളം കോടാനി 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 കോടി കൊല്ലം നടന്നാലും ഈ സിറാത്ത് പാലം തീരൂല, അത്രയ്ക്ക് നീളമാണ്. കാരണം അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാൽ തീരാത്ത നീളമുള്ള ഈ പാലത്തിൽ കൂടെ നമ്മൾ എന്ന് സ്വർഗത്തിൽ പോകാനാ? അപ്പൊ സഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചപ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ ഒരു ചുവട്ടടി വെക്കുമ്പോ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി. ഒരു കാലെടുത്ത് വെച്ചാൽ മതി, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാൽ ചുവട്ടിൽ അങ്ങ് പോകും. ഇതുപോലെ നടന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നുപോയ അവന്റെ കാല് സിറാത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ചുവട്ടടി വെക്കുമ്പോ തന്നെ കോടാനി വർഷം, കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി. 4 ചുവട്ടടി വെച്ചാൽ മതി സ്വർഗത്തിൽ പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാടെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാൽ ചുവട്, അള്ളാടെ പള്ളിയിലേക്ക് നടക്കുന്ന കാല്, അത് നാളെ സിറാത്ത് പെട്ടെന്ന് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയാ, വാപ്പ വണ്ടി പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷെ പള്ളിയുടെ മുന്നിൽ എത്താറാകുമ്പോ മക്കളോട് പറയണം, വണ്ടി നിർത്ത്, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ. എന്നിട്ട് നിന്റെ കാല് കൊണ്ട് നീ പതുക്കെ നടന്ന് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഉസ്താദെ ഞാൻ പള്ളിയിൽ പോകുമ്പോ നടന്നുപോയി നിസ്കരിക്കും, ഒരു വക്കത്തെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. പള്ളി പോകുന്നവരല്ലേ കൈ പൊക്കേണ്ടത്, നിസ്കരിക്കാത്തവൻ എന്ത് പൊക്കാരില്ലേപ്പാ, പള്ളി കയറാത്തവൻ എന്ത് പൊക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് ഈ 5 വക്കത്ത് നിസ്കരിക്കണേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ അല്ലേ, എന്തിനാ ഈ 5 വക്കത്ത് പള്ളിയിൽ പോണേ? ജഗന്നൂർ ചോദിച്ചോ അല്ലേ?
എന്തിനാ ഉസ്താദേ 5 വഖത്തൊക്കെ പോണേ? അത് ഈ പ്രായമുള്ള വാപ്പമാർക്കൊക്കെ നമ്മള് അടിച്ചു പൊളിച്ച് യുവത്വമല്ലേ, യുവത്വം അല്ലേ, അങ്ങനെ നടക്കേണ്ടവരല്ലേ ഉസ്താദെ. ഞങ്ങളൊക്കെ ഇപ്പോഴേ പോണം, അതൊക്കെ പ്രായമാകണം. ഈ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നത് ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനോ? നിസ്കാരം ഒന്നല്ലോ പറയണേ, എക്സസൈസ് തന്നെ. ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്നത് ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കളിയാക്ക, എക്സസൈസ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ എക്സസൈസ് അതന്നെ, ഇങ്ങനെ കുനിയാൻ നൂല യോഗ അതന്നെ. പലരും ചോദിക്കുന്നു എന്തിനാ ഉസ്താദ് ഈ എക്സസൈസ് ചെയ്യുന്ന എന്തിനാ? പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ചോദിക്കുന്നു നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ. എടാ, നിസ്കരിച്ച അള്ള തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും മരിക്കുന്ന കാലം വരെ വീടിന്റെ അകത്ത് ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഭക്ഷണം കഴിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്, പള്ളിയുടെ മുന്നിൽ പിരിവിനിരിക്കരുത്, സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കരുത്. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കുക. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ അവന്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സാമ്പത്തികമായിട്ട് തകർന്നില്ലേ? സാമ്പത്തികമായി ഏകദേശം ഉള്ളവരൊക്കെ തകർന്നു. കടയിലൊന്നും പൈസയില്ല, കച്ചവടമൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് മുതലാളിയും തൊഴിലാളിയും മുഖത്ത് നോക്കിയിരിക്കുക. നേരത്തെയൊക്കെ മുതലാളി പോയിട്ട് പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോ 1000-ന്റെ 500-ന്റെയും 2000-ന്റെ ഒക്കെ തിളങ്ങണ നോട്ട്, എന്തൊരു പ്രകാശമാണെന്നറിയോ മുതലാളിയുടെ മുഖത്ത്. ഇപ്പൊ വൈകിട്ട് പോയിട്ട് അങ്ങോട്ട് തുറക്കും, പെട്ടി അങ്ങോട്ട് തുറന്നിട്ട് തൊഴിലാളിയുടെ മുഖത്ത് നോക്ക, എന്ത് വാടായിന്നൊന്നും ഇല്ലേടാ. എന്തേ കാരണം? ഉസ്താദേ, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, GST, കേന്ദ്രത്തിന്റെ ഭരണം, ഇതൊന്നും അല്ല കാരണം. ഉള്ള കാര്യം ഞാൻ പറയാം, നിന്റെ കയ്യിലിരിപ്പ് അതന്നെ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്ക്. അള്ളാഹ് പറയാ, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. നല്ലതുപോലെ പൊക്കിക്കോ, ഇല്ലേ പള്ളിയുടെ മുന്നിൽ പോകേണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ, നിന്റെ പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ? നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അള്ളാഹു പറയുകയാ, കേട്ടോ, ഞാനല്ല, അള്ളയാ പറഞ്ഞേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, അള്ളയാ പറഞ്ഞേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അള്ളാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്തു ത്വാഹയാണ് പറയുന്നത്. വാപ്പാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട. ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് ഒരിക്കലും മന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്തെ പ്രതിഫലമെന്താ? അള്ളയാ ഓഫർ ചെയ്യുന്നത്, അല്ലാഹുവാണ് തരാമെന്ന് പറയുന്നത്. നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ, നല്ല മരണം വേണോ വാപ്പാ? നിന്റെ ജീവിതത്തിലെ വലിയൊരു മോഹമുണ്ട്, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത കൊതിയല്ലോ എങ്കിൽ അല്ലാഹു പറയുകയാ ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. ആർക്കാണ് വേണ്ടത്? ഞാൻ തരാം. വല്ലാഖിബത്തുൽ തഖ്വാ, നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പടച്ചുറപ്പ് ഓഫർ ചെയ്യുമ്പോ സഹോദരാ നമസ്കരിക്കടാ. നിന്റെ ഭാര്യയെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ കുടുംബം നമസ്കരിക്കുന്ന കുടുംബമാവൂ, നിന്റെ വീട് നിസ്കാരമുള്ള വീടാകൂ. അങ്ങനെ അല്ലാഹു മരിക്കുന്നത് വരെ നിനക്ക് ഭക്ഷണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരുപാട് നിസ്കാരം മുടക്കിയവരാണ്, ഒരുപാട് നിസ്കാരങ്ങളുടെ ജീവിതത്തിൽ കളഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് 2020 കടന്നു വന്നു. പടച്ചവനെ ഒരു കൊല്ലം കൂടെ കബറിലേക്ക് എടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു. നിന്റെ ആയുസിൽ നിന്ന് ഒരു കൊല്ലമാണ് പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് പടച്ചവനെ ഇന്നലെ വരെ നടന്നതുപോലെയല്ല, ഇനിയൊരു പുതിയ ജീവിതമല്ലോ, ഇനിയൊരു പുതിയ ജീവിതമല്ലോ. ഒരു വയസ്സ് കൂടെ നിനക്ക് കൂടിയല്ലോ, നിനക്ക് പക്വത വന്നല്ലോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. നേരം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോകൂ. അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസ്കാരപ്പായിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. മുസ്ലിമീങ്ങളെ വല്ലാത്ത പേടിയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും മൊബൈലിലൊക്കെ കണ്ടോ പള്ളിയെ തല്ലുന്നത് പോലെ അല്ലാഹുവേ കണ്ടാ കണ്ണ് നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണല്ലോ. എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, 5 നേരം നിസ്കരിച്ചിട്ട് നിന്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അത് യുപിയിൽ കിടക്കുന്നവരാണെങ്കിലും, ഉത്തർപ്രദേശിൽ കിടക്കുന്നവരാണെങ്കിലും, ആസാമിൽ കിടക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ കേരളത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുസ്ലിമീങ്ങൾ കൂടപ്പുറപ്പുകളാ. അതുകൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്നിട്ട് പടച്ചറപ്പിനോട് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ സഹായം കിട്ടാ ദുആ ചെയ്യൂ. അല്ലാതെ പേപ്പർ എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടെന്ന് കരുതല്ലേ. രേഖകളുള്ളവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. തന്റെ കൂടപ്പുറപ്പ് ഒന്നുമില്ലാതെ പിടയുന്ന സമയത്ത് അവന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഏറ്റവും വലിയ നഷ്ടവാളിനിയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയമാണ്, നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പ്രതിഷേധത്തില് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമേ പങ്കെടുക്കാൻ മറക്കരുത്. ചെറുപ്പക്കാരാ, എത്രയോ കിലോമീറ്ററുകൾ വാഴ കേൾക്കാൻ ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നിന്റെ കൂടപ്പുറപ്പിന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് സഞ്ചരിക്കടാ. ഒരു വണ്ടി വിളിച്ചു പോര്, നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കൂ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണല്ലോ. നന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മുത്തല്യങ്ങളൊക്കെ ഇതിന്റെ പണ്ട് എല്ലാവരും കസേര പൊക്കി കയറി അക്കരെ ഇക്കരെ നിൽക്കാതെ ഇപ്പുറത്ത് ചാടിക്കുക. കസേര പൊക്കിക്കോ എല്ലാരും ഇങ്ങോട്ട് കയറിക്കുക. അൽഹംദുലില്ലാ. കസേര എടുത്തോ, കസേര എടുക്കുക. ഇങ്ങോട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വാ, ഇങ്ങോട്ട് വാ. ബിസ്മില്ലാ, എല്ലാരും വാ. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് വാ, കയറിക്കോ, പതുക്കെ ചാടിക്കോ, വേലി ചാടിക്കോ, ജയിലിൽ കിടക്കണ്ടല്ലേ, വാ ചാട്. ഇൻഷാ അല്ലാഹ് വാ, എല്ലാം കയറി. അൽഹംദുലില്ലാ. വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാം ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ബഹുമാനായ മിത്തബയിൽ ജബ്ബാർ ബഹുമാനായ ജബ്ബാർ ഉസ്താദിന്റെ സ്മരണികയാണ്. അല്ലാഹു അവിടുത്തെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് സംഘാടകർ ഈ ചെറിയ കസേര ഇട്ടിരിക്കും, കസേര എടുത്തിട്ട് ഈ ചെറിയ ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു 100 രൂപ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് വാങ്ങണം. ഇങ്ങോട്ട് കയറി വാ. അൽഹംദുലില്ലാ, കഴിഞ്ഞു. ഈ കസേര പറക്കിയിട്ട് ഇപ്പുറത്ത് വാചകാരിമാരെ അടുത്ത് നിന്നാ കുറച്ചു നേരം നിൽക്കേണ്ടി വരും, നിന്നാ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കസേര ഇട്ടി വാ. അൽഹംദുലില്ലാ, വാ വാ, കസേര പറക്കട്ടെ. സംഘാടകരെന്ത് ആ കസേര എന്ന് പറയിക്കുക. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. അൽഹംദുലില്ലാ, മുത്തല്ലിങ്ങളൊക്കെ മക്കളെ കസേര പറക്കി ഇപ്പുറത്ത് പറഞ്ഞ മക്കളെ വാ വാ, ഞാൻ പിടിച്ചോളാം.
ചങ്ങായിമാരിങ്ങോട്ട് കേറിയിരിക്കാനാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്താ നിക്കണേ? ആ പുറത്തേക്കണ ചങ്ങായിമാരെല്ലാം കേറി കസേര. സംഘാടകർ ആ കസേര ഒന്ന് പറക്കറോ ഇപ്പുറത്തേക്ക്. വാ ഇങ്ങോട്ട് വാ ചങ്ങായിമാരെ. നിങ്ങൾ എന്തിനാ അവിടെ നിക്കണേ? ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് കയറിക്ക. കമ്പിക്ക് ഇപ്പുറത്തേക്ക് ചാട് മനുഷ്യന്മാരെ. അൽഹംദുലില്ലാ. പുറത്ത് നിൽക്കണ സഹോദരങ്ങളൊക്കെ ഒന്നീ സ്വർഗത്തിൽ കയറ അല്ലെങ്കിൽ വീട്ടിൽ പോകും. ഇങ്ങോട്ട് വാ എല്ലാരും കേറ്. ഇങ്ങോട്ട് അടുത്ത ചങ്ങായി. ക്യാമറമാൻ എന്ത്? ക്യാമറമാൻ ആരാ? ഈ സ്ക്രീനിന്റെ ക്യാമറമാൻ ആരാ? ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി. ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി. ഇൻഷാ അല്ലാഹ് ഇനി കാണേണ്ടവർ സ്വർഗത്തിൽ കയറി കാണും. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കേറ് ചങ്ങായിമാരെ. ഇങ്ങോട്ട് കേറ്. കസേര പറക്ക. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാത്തിനും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത്, ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു ആയത്ത് കേൾക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാ. കേറിയിരിക്കും. വാപ്പമാരെല്ലാരും ഇങ്ങോട്ട് കയറിക്കോ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന എന്നെ നല്ലതുപോലെ കാണാം. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ്. ആ പുറകിൽ നിൽക്കണേ. അവിടെ സ്ക്രീൻ ഇപ്പൊ നിർത്തും. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എല്ലാരും കയറിക്ക. അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത് പറ. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ. പറ സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. ഇനി ഇരുന്നേ ഇൻഷാ അല്ലാഹ് ഇരുന്നേ. ആ പുറകിൽ നിൽക്കണ എല്ലാ കാക്കന്മാരും ഇങ്ങോട്ട് കേറ്. സംഘാടകർ ഉൾപ്പെടെ ആ ചങ്ങാതി ആ സൈഡിൽ നിൽക്കണ എല്ലാരും ആ നിൽക്കണ എല്ലാരും കേറോ. ഇതിപ്പോ ഇരിക്കാൻ പറഞ്ഞാലും വയ്യ ചങ്ങായിമാർ. അൽഹംദുലില്ലാ. അവിടെ നിൽക്കണ എല്ലാരും ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാ. ഒരൊറ്റ ആയത്ത് ഇൻഷാ അല്ലാഹ്. ഈ പുറകിരിക്കുന്ന ആൾക്കാരൊക്കെ കയറി ഫ്രണ്ടിലോട്ട് ഇരിക്കും. സീറ്റിൽ നിങ്ങൾ കയറിക്ക ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് എല്ലാ ഈ ഫ്രണ്ടിൽ കയറോ. നിങ്ങൾ ഉസ്താദരല്ല പുറകിരിക്കണ ചങ്ങായിമാര് കസേര ഇരുന്ന അങ്ങനല്ല. ഈ പുറകിലിരിക്കുന്നവർ കയറി ഫ്രണ്ടിൽ കസേര ഇരുന്ന് എല്ലാരും ഫ്രണ്ടിൽ കയറിക്കോ. അൽഹംദുലില്ലാ. കയറിയിരിക്കുക. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇരിക്കുക. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി. ഇരുന്നോളി. നിങ്ങൾ നിന്ന ഒരു 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുന്നോ എല്ലാവരും ഇൻഷാ അല്ലാഹ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചെറുപ്പക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരു ആവശ്യത്തിന്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടു. ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ നടന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചോണ്ട് നിൽക്കുക. ആ സഹാബിയുടെ ഭാര്യ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കി. ഒരു വട്ടം ഇങ്ങനെ നോക്കി. അല്ലാഹുവേ, പെട്ടെന്ന് കണ്ണങ്ങ് താഴ്ത്തി. ഒന്ന് പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്ന് നോക്കി, കണ്ണ് താഴ്ത്തി, പിന്നെയും നോക്കി. രണ്ടാമതൊരു വട്ടം കൂടെ. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ കണ്ണെടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ നോക്കി. അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് അള്ളാനെ ഓർമ്മ വന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, എന്നെ മുത്ത് നബി പറഞ്ഞു വിട്ടതാ, എന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാ. അള്ളാഹുവെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് രണ്ടാമതൊരു വട്ട പെണ്ണിനെ നോക്കിപ്പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ തമ്പുരാനെ, എന്റെ ജീവിതത്തിൽ പാപം ചെയ്തു പോയല്ലോ തമ്പുരാനെ. അള്ളാഹുവെ, ആദാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാനിനി എങ്ങനെ പോകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുപോയല്ലോ. അള്ളാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇനി മുത്തുനബിയുടെ മുന്നിൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ അതാ ഓടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാറില്ല. അതാ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഒരുപാട് ദിവസമായി അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ തമ്പുരാനെ. അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, ഇന്ന ഹാരിബ മിൻ ഉമ്മത്തി, ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ നരകത്തെ പേടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഇടയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഅലബയുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് സഅലബാന ഓർമ്മ വന്നു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഓർമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും 2 സ്വഹാബികളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു. എന്നിട്ട് പറയുന്നു, സ്വഹാബാ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സ്വഹാബാ, എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു. ആ മഹാനായ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അതാ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അല്ലാഹുവേ കാണാൻ കഴിഞ്ഞില്ല. അവസാനം 2 പേരും സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ അതാ 2 പേരും ഇങ്ങനെ നിൽക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ഒരു അതാ ആട്ടിടയനായ മനുഷ്യനുണ്ടല്ലോ. ഞങ്ങൾ അവിടെ നീ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ പറയുന്നു, ഉമറേ, നരകത്തെ പേടിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ? മുടിയെല്ലാം നരച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണോ? എല്ലാ ദിവസവും പാതിരാത്രിയായ വൈകുന്നേര സമയമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മണ്ണിൽ കിടന്ന് ഉരുളുകയാ. ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തങ്ങളും സൽമാൻ തങ്ങളും ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. വൈകുന്നേര സമയമായി രാത്രിയായപ്പോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. മുടിയെല്ലാം ചടപിടിച്ചിട്ടുണ്ട്, വസ്ത്രമെല്ലാം കീറി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിൽ വന്ന് കിടക്കുകയാണ്. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. മണല് വാരിയിട്ട് ശരീരത്തിലിടുകയാ. എന്നിട്ട് നിലവിളിക്കുന്നു, അല്ലാഹ്, മരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാണല്ലാ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാനെ, എന്റെ റൂഹ് പിടിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു തമ്പുരാനെ. ഞാൻ വ്യഭിചാരിയാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ. പടച്ചവനെ, പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിൽ കിടന്ന് നിലവിളിക്കുകയാ. എന്ത് പാപമാ ചെയ്തതെന്നറിയോ ചെറുപ്പക്കാരാ? എന്ത് തെറ്റാ ചെയ്തതെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെണ്ണു കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതേ ഉള്ളൂ. രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ പടച്ചറപ്പേ, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതോർത്തിട്ട് ഈ ചെറുപ്പക്കാരൻ 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറയിൽ കിടന്ന് നിലവിളിക്കുകയാ. ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നു, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. മുത്തുനബി നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വാ സഅലബാ,
ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് കരയുന്നു, ഉമറേ മുത്തുനബിയുടെ മുന്നിൽ എന്നെ കൊണ്ടുപോകരുത്, മുത്തുനബിയുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഒരന്യ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുന്നതെങ്ങനാ, എന്നെ കൊണ്ടുപോകരുത്, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാ. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകും. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകണമെങ്കിലോ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് തലകീഴായി എന്നെ വലിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ, എന്നെ അങ്ങനെ കൊണ്ടുപോയാ മതി. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പറഞ്ഞു, കഴിയില്ല, എന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുപോകും. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു, എങ്കിലും എന്നെ നമസ്കരിക്കുന്ന സമയത്തെ കൊണ്ടുപോകാവൂ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ. അവസാനം അവിടെ നിന്ന് സമ്മതിച്ചു. സൽമാൻ തങ്ങളും ഉമർ തങ്ങളും കൂടെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. രാത്രി മുഴുവനും സഞ്ചരിച്ചു. മസ്ജിദ് നബവിയിലെ സുബഹിന്റെ സമയത്താണ് എത്തുന്നത്. പള്ളിക്കകത്ത് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. സൽമാൻ തങ്ങളും ഉമർ തങ്ങളും എല്ലാവരും പൊതുവെടുത്ത് പള്ളിക്കകത്ത് കയറി. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഓതുമ്പോ സുബ്ഹാനല്ലാഹ് പള്ളിക്കകത്തങ്ങ് പിടഞ്ഞു വീഴുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പള്ളിക്കകത്ത് ബോധം കെട്ട് വീഴുകയാണ്. റബ്ബിന്റെ മുന്നിൽ പോകുന്ന ആയത്തോതുമ്പോ, മരണത്തിന് ശേഷമുള്ള ആയത്തോതുമ്പോ അവിടുന്ന് പിടഞ്ഞു താഴെ വീണു. നമസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി ചോദിക്കുന്നു, ഉമറേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബിയേ കിടക്കുന്ന നബിയേ. അല്ലാഹുവേ പള്ളിക്കകത്ത് തളർന്ന് കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വന്നിട്ട് പറഞ്ഞു, സഅലബാ അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇല്ല നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കൂല, കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്ത വ്യഭിചാരിയാ, ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ, ഞാൻ വ്യഭിചാരം ചെയ്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും സമാധാനമില്ല. പള്ളിക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ അവസാനം പറഞ്ഞു, പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. അവിടുന്ന് സഅലബാനെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു മാറ്റവുമില്ലടാ ചെറുപ്പക്കാരാ. വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. എന്തിനെ കുറിച്ച്? റബ്ബിനെ പേടിച്ചിട്ട്, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് വീടിന്റെ അകത്ത് കിടന്ന് രാപ്പകലുകൾ കരച്ചലാ. 8 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. സൽമാൻ തങ്ങൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, സഅലബയുടെ കരച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല നബിയേ, ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ, ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കരഞ്ഞ് 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 മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുത്തുനബി അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നു. സഅലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തലയെടുത്ത് വെക്കുമ്പോ സഅലബ തലയങ്ങ് താഴേക്ക് വലിച്ചിടുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ച തലയെടുത്ത് അങ്ങ് താഴേക്ക് ഇടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ
സഅലബാ, എന്തിനാ നീ തലയങ്ങ് താഴേക്കെടുത്ത് മാറ്റിയത്? എന്റെ മടിയിൽ തലവെക്കാൻ എല്ലാരും ഇഷ്ടപ്പെടുമല്ലോ, എന്തിനായി മരിക്കുന്ന സമയത്ത് എന്റെ മടിത്തട്ടിൽ നിന്ന് തലയെടുത്ത് താഴെയിട്ടതെന്ന് ചോദിക്കുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, അതിനുള്ള അർഹത എനിക്കില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ എനിക്കെന്ത് യോഗ്യതയാ? ഒരു പെണ്ണ് കുളിച്ചോണ്ട് നിന്നപ്പോ ഞാൻ നോക്കിയില്ലേ നബിയെ? ഞാൻ വ്യഭിചരിച്ചവനല്ലേ നബിയെ? അങ്ങ് പറഞ്ഞു വിട്ടപ്പോ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ രണ്ടാമതും നോക്കിയ ദ്രോഹിയാ നബിയെ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല. ചെറുപ്പക്കാരാ, ചിന്തിക്കടാ. ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ നിന്നെ പോലെ വികാരമുള്ള, വിചാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള അല്ലാഹുവേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ നിലവിളിച്ചെങ്കിൽ എന്റെയും ഗതി എന്തേ ചിന്തിക്കാത്തത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വല്ല കണക്കുണ്ടോ മക്കളെ? വ്യഭിചരിച്ചില്ലേടാ? എന്തെല്ലാം പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പഠിച്ചവരെ എത്രയോ ദ്രോഹങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ദുആ ചെയ്യുമ്പോ നിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും പോയി നിൽക്കേണ്ടവരല്ലേ? എന്തേ ചിന്തിക്കാത്തത്? മരണത്തെ കുറിച്ച് ആലോചിക്കാത്തത്? അല്ലാഹുവിന്റെ മുന്നിൽ പോയി പരലോകത്തെ വിചാരണയ്ക്ക് നിൽക്കേണ്ടവനല്ലേ? ഈ ഓർമ്മ എന്തേ മക്കളെ ഇല്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവേ, തലയങ്ങ് താഴെയിട്ടു. അവിടെന്ന് പറഞ്ഞു, നബിയെ, അർഹതയില്ല. ഈ ദ്രോഹിയായ എനിക്ക് അങ്ങയുടെ മടിയിൽ തലവെക്കാ യോഗ്യതയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅലബാ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. നിന്റെ പാപം മുഴുവനും പൊറുക്കാൻ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. നിന്റെ പാപം പൊറുക്കും സഅലബാ. നബി അവിടെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ. അതാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ ആയത്ത് പാപം കഴുകാനുള്ളതാണ്. ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഈ സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗത്തിൽ ഇവിടെ കഴുകി അങ്ങ് കളയാ. ഇഖ്ലാസോടുകൂടി, തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അല്ലാഹുവിന്റെ മുന്നിൽ ഈ പാപം മുഴുവനും കഴുകി കളഞ്ഞിട്ട് നമുക്ക് പിരിയാ. ഇനി കാണാൻ പറ്റുമോ അറിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. അപ്പാ, എത്ര പേരുടെ മയ്യത്ത് കുളിപ്പിച്ചു, എത്ര പേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി. അതുകൊണ്ട് സഹോദരാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് മടങ്ങാ, അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് മടങ്ങാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് ഖുർആനിന്റെ ആയത്തോതി അവസാനം മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്ന് സ്വർഗ്ഗം കണ്ട് യാത്രയാ എന്ന് ചരിത്രം പറയുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ 2020 ഒന്നാമത്തെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും കഴുകി വെച്ചിട്ട് ഇനി നമുക്കൊരു നല്ല മനുഷ്യനാകാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാകാ. എന്റെ ചെറുപ്പക്കാരാ, തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ മോനെ? കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തുഅമീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. മോനെ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല. രാവിലെയുള്ളവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല. രാത്രിയിൽ കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് വീണു മരിക്കുന്നടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മക്കളെ, ഇന്ന് മരിച്ചാ സ്വർഗവാ. ഇന്നിവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ
അങ്ങ് മരിച്ചുപോയാ നാളെ നിന്റെ വീട്ടുകാര് മുഴുവനും നിന്നെ കുളിപ്പിക്കുമല്ലോ. വീടിന്റെ പരിസരത്തെടുത്ത് മലർത്തിക്കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിച്ചു. എന്നിട്ട് എല്ലാവരും വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് മലർത്തിക്കടത്തിയിട്ട് 3 കഷ്ടം വെള്ള തുണിയിലേക്ക് നിന്നെ കടത്തിയിട്ട് മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഓർക്കടാ ചെറുപ്പക്കാരാ, വീടിന്റെ അകത്ത് നിന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നിനക്കോർമ്മ വരട്ടെ. അത് നാളെയാണെങ്കിൽ മോനെ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നില് ആത്മാർത്ഥമായിട്ട് ഈ ഖുർആനിലെ ഒറ്റ ആയത്തോതി നമുക്ക് തൗബ ചെയ്തു പിരിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തു പിരിയാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, എനിക്കറിയുന്നതിനേക്കാളും നല്ലതുപോലെ ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, ശംസുൽ ഉലമ സ്കൂള്, എന്റെ പ്രിയപ്പെട്ടവരെ, 5 പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തി കൊടുക്കുക. ഒരുപാട് കുട്ടികൾ കൂടുതൽ. എന്റെ പ്രിയപ്പെട്ടവരെ, സൗകര്യം വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ഉസ്താദെ ഈ പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടിയാലും ഉസ്താദെ ആ സ്കൂള് പണിയുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് കുറച്ച് ആരോ അല്ലാഹു